ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. ഇന്ന് ഞങ്ങൾ വെറുതെ നൈറ്റിലൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അതാണ് ഈ ഇരുട്ടത്തൊക്കെയുള്ള വീഡിയോ. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേയിൽ ഫ്രീ ആയിരിക്കുമല്ലോ എല്ലാവരും. അതുകൊണ്ട് മെല്ലെ നൈറ്റിലൊന്ന് നടന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോഴാണ് ഞാൻ ഓർത്ത്, ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നൈറ്റ് മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട്. ഞങ്ങളങ്ങനെ വാങ്ങാറൊന്നുമില്ല, പക്ഷെ ചില ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതൊക്കെ ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ ഏരിയ ആണ്. ഇവിടെ നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. അതുകൊണ്ട് പിന്നെ മോനെയും കൂട്ടിയിട്ട് സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ട് പതുക്കെ നടന്നിട്ടൊക്കെ പോകാമെന്ന് കരുതി. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്. കുറച്ചൊക്കെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല റഷ് കാണാനില്ല. ആ ഒരു പീക്ക് ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോലും ഇടം ഉണ്ടാവില്ല. അത്രയ്ക്കും തിങ്ങി ഞെരിഞ്ഞൊക്കെ പോകേണ്ടി വരും. ഓരോ ഐറ്റംസ് നോക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോൾ കുറച്ച് റഷ് കുറവായതുകൊണ്ട് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോർമലി ഫ്രൈഡേയ്സിലും സാറ്റർഡേയ്സിലുമാണ് ഇവരിങ്ങനെ സ്റ്റോൾ ഇടാറ്. ചില സൺഡേയ്സിലും കണ്ടിട്ടുണ്ട്, എന്നാലും അത് ഭയങ്കര കുറവാണ്. 2 ഡേയ്സിൽ മാത്രമേ വീക്കിലി ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ കുറേ ഐറ്റംസൊക്കെ കാലിയായിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയല്ലോ ഞങ്ങൾ വന്നപ്പോഴേക്കും. പെട്ടെന്ന് ഓർത്തപ്പോൾ ഇങ്ങോട്ടും കൂടെ ഒന്ന് വന്നിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെയുള്ള മലേഷ്യൻസൊക്കെ ഈ 2 ദിവസങ്ങളിൽ അധികം ഇവിടുന്നായിരിക്കും ഫുഡൊക്കെ കഴിക്കുക. ഒന്നുകിൽ അവിടെ തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് റൂമിൽ പോയിട്ടോ എവിടെ നിന്നെങ്കിലും കഴിക്കുന്നുണ്ടാവും. എന്തായാലും വരുന്നവർക്കൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിലും റഷ് കാണേണ്ടതാണ്. കുറേ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യും. അല്ലാത്തതൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നോ വേറെ എവിടെ നിന്നൊക്കെ കുക്ക് ചെയ്ത് ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാണ്. എല്ലാ സ്റ്റോളിലും ഞാൻ മലേഷ്യൻസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ നാഷണാലിറ്റീസിന് അവർ ചാൻസ് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അവർ പേയ്മെൻറ്റൊക്കെ പേ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റോൾ ഇടുന്നത്. ഈ ഐറ്റംസ് കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ഇഡ്ഡലിയും പുട്ടും പോലെ ഇല്ലേ, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നറിയില്ല, പക്ഷേങ്കിൽ ആ ഒരു ഔട്ട്കം കാണാൻ നമ്മുടെ ഇഡ്ഡലിയും പുട്ടും പോലെയുണ്ട്. പ്രോസസ്സും ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇവരുടെ ഫുഡ് സ്റ്റൈലിലുള്ളതാണ്. നമുക്കും പറ്റും, ചില ഫുഡൊക്കെ നമുക്കും പറ്റുന്നതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാണുന്ന പോലെ അത്ര നീറ്റില്ലാത്ത ഫീലൊന്നും ഉണ്ടാവാറില്ല. കാരണം ഈ 2 ദിവസം മാത്രം ഇടുന്നത് കൊണ്ട് മുന്നേ എപ്പോഴും ഒരു സ്റ്റോൾ അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെതായ വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. പെട്ടെന്ന് അവർ ഒരു 6 മണിയാകുമ്പോൾ ഇടുന്നു, ഒരു 12 മണി വരെ ഇട്ടിട്ട് ഒഴിവാക്കി പോകുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് തന്നെ അത്ര മോശമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഓപ്പൺ എയർ വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും എന്നെപ്പോലുള്ളവർക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അത്രയും തൃപ്തി തോന്നിയാൽ മാത്രമേ ഞാനൊരു സാധനം വാങ്ങിച്ച് കഴിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിതിലുള്ള എല്ലാ ഐറ്റംസൊന്നും ട്രൈ ചെയ്തിട്ടില്ല. വളരെ അപൂർവം, വേണമെങ്കിൽ 1 or 2 ഐറ്റം മാത്രമേ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ കവർ ചെയ്യാതൊക്കെ വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വാങ്ങാനും കഴിക്കാനും ഒക്കെ. ഈ ഐറ്റം എന്താണാവോ, ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. കുറേ നേരമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചേട്ടൻ ഇതിനകത്തുനിന്ന് മാവ് എടുക്കുന്നുണ്ട്, ഓയിലിലേക്ക് ഇടുന്നുണ്ട്. അതിനിടയിൽ ഒരു ഹോള് നല്ല ഭംഗിയായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാനിങ്ങനെ അതിശയിച്ച് നിൽക്കുകയായിരുന്നു. എത്ര സ്പീഡിലല്ലേ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരു ഉഴുന്നുവടക്ക് ഹോളിടാൻ വേണ്ടിയിട്ട് മരിച്ച് പണിയെടുക്കും. എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതാണല്ലോ അവരെ ബലീവനാക്കുന്നത്. അതായിരിക്കും. ഹോട്ട് ഡോഗ്സിൻ്റെ ഒക്കെ ഒരു കലവറ തന്നെയുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ ഉഴുന്നുവട, പഴംപൊരി, ഉണ്ടക്ക ആ ഒരു ഫോമിലുള്ള കുറേ ഐറ്റംസിനെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും 7 അയലത്ത് കൂടെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീക്കിലും ഓരോ ബാൻഡ് ഉണ്ടാവും. അവരിങ്ങനെ ഓരോ പ്രോഗ്രാം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട് അവിടെ. അതിനിടയിൽ അധികം ഒരു പോപ്കോൺ ഒപ്പിച്ചിട്ടുണ്ട്.
ഫുഡ് ഐറ്റംസൊക്കെ നോക്കി തല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പം അപ്പുറത്തന്നെ ഉണ്ട് കുറേ. ഇനി വരാൻ പോകുന്നത് ഡ്രസ്സിൻ്റെ ഒരു മേഖലയാണ്. ഡ്രസ്സ്, സ്പ്രേ, ചപ്പൽ, ടോയ്സ്, അങ്ങനെ അങ്ങ് നീണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിരത്തി വെച്ച പോലെ നിരത്തി വെച്ചിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ കണ്ണ് ഇങ്ങനെയുള്ള ഐറ്റംസിലേക്കൊന്നും പോവില്ല. ഇങ്ങനെയുള്ള ഒരു ഐറ്റംസിലും ഞാൻ അധികം വീണു പോകാറില്ല. എന്താണെന്നറിയില്ല, ബേബി ബോയ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആ ഭാഗത്തോട്ടൊന്നും എൻ്റെ കണ്ണ് പോകാറേ ഇല്ല. പിന്നെ ഇങ്ങനെ എല്ലാ വീക്കിലൊന്നും വരാറുമില്ല. ഇടയ്ക്കിങ്ങനെ വരും, നോക്കും, പോകും എന്നല്ലാതെ ഡെയിലി എല്ലാ വീക്കിലും വന്നിട്ട് മാർക്കറ്റിൽ വരാറൊന്നുമില്ല. ഇത് പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഒന്ന് വന്നതേ ഉള്ളൂ. അധികം തിരക്കില്ലാത്തത് കൊണ്ടും. നല്ല റഷാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഇതിലോട്ട് നടക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഫ്രഷ് ഐറ്റംസ് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് പീസസും കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ. അത് അവർ പക്ഷെ പറയും കേട്ടോ, ഇത് ഫ്രഷാണ്, ഇത് സെക്കൻഡ് ഹാൻഡ് ആണ് എന്നൊക്കെ. പിന്നെ നമുക്ക് കണ്ടാലും അതിൻ്റെ വില കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ആയിരിക്കും ഈ ഐറ്റംസ് എന്നൊക്കെ. പിന്നെ ഇവിടെ നിന്നൊന്നും ഞങ്ങളൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. അധികം നല്ല സാധനമായിരിക്കുമെന്നൊന്നും അറിയില്ല. ചെറിയ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ലോക്കൽ ഐറ്റംസ് ആവാനാണ് ചാൻസ്. അതിനിടയിൽ അദ്ദിക്കിൻ്റെ സ്കൂട്ടറൊക്കെ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കൂടുന്നിടത്തു നിന്ന് അവനെ സ്കൂട്ടർ ഓടിക്കാൻ വിട്ടാൽ കുറച്ച് ഡേഞ്ചറാണ്. അവൻ കുറച്ച് സ്പീഡിൻ്റെ ആളാണ്. അതുകൊണ്ട് സ്പീഡിൽ ഓടിച്ച് ആരുടെയെങ്കിലും കാലിന് കൊണ്ട് കുത്തിയ പിന്നെ അവരുടെ അടുത്തുനിന്ന് ചീത്ത കേൾക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ പിടിച്ച് നടക്കുമായിരുന്നു. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഫിഷിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ സമാധാനമായിട്ട് പാരൻസിന് ഷോപ്പ് ചെയ്യാനും പറ്റുമല്ലോ. ഈ കാണുന്ന ബാഗ്സൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ബാഗ്സ് മാത്രമല്ല, കുറേ ഡെക്കർ ഐറ്റംസും ഇവരുടെ ഉണ്ട്. നല്ല നല്ല പൂക്കളുണ്ട്. ഇവിടുത്തെ പൂക്കളൊക്കെ നല്ല അടിപൊളി പൂക്കൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങി വെച്ചാൽ നന്നായിരിക്കും. ഹോം ഡെക്കേഴ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. കാണാനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ വിലയുണ്ട്. ക്വാളിറ്റി ഉള്ളതിനൊക്കെ വിലയുണ്ട്. പക്ഷെ ചെറിയ ചെറിയ പോട്ടിനൊക്കെ അധികം റേറ്റൊന്നുമില്ല. ഈ ഏരിയ എനിക്ക് കുറച്ച് ഡേഞ്ചറാണ്. പക്ഷെ ഇപ്പോൾ അധികം അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. മുന്നേ ഒക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോൾ വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അവനറിയാം ഇവിടെ നിന്നൊന്നും വാങ്ങി കൊടുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അവനും ജസ്റ്റ് നോക്കിയിട്ട് പോവാറേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നടന്ന ഒത്തിരി കാണാനുണ്ടാവും. നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.